നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 29 രാവിലെ 11:13 AM ബുധൻ മിഥുന രാശിയിലേക്ക്, അതായത് സ്വക്ഷേത്രത്തിലേക്ക് വരുന്നു. ഭദ്രയോഗത്തോടുകൂടി ജൂൺ 22 വരെ ആ രാശിയിൽ തുടരും. അപ്പോൾ ഏകദേശം 4 രാശിക്കാർക്ക് നേട്ടമാണ്. അത് ഏതൊക്കെ രാശിക്കാരാണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ബുധൻ സ്വക്ഷേത്രമായ മിഥുനത്തിൽ വരുന്നു. ഓക്കെ, അപ്പോൾ 6 രാശിക്കാർക്കാണ് പ്രധാനമായിട്ടും നേട്ടം ഉണ്ടാകുന്നത്. അതിൽ തന്നെ സെലക്ട് ചെയ്ത് ഞങ്ങൾ 4 രാശിക്കാരുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അത് മാത്രമല്ല, ഇവർക്കൊക്കെ ഈ പറയുന്ന 4 രാശിക്കാർക്കും വ്യാഴവും അനുകൂലമായിട്ട് വരുന്നുണ്ട് ജൂൺ 2. ഓക്കെ, തൽക്കാലം പിന്നെ ജൂൺ 8 വരെ മറ്റോ ശുക്രനും യോഗം ചെയ്യാം. ബുധൻ, ശുക്രൻ, വ്യാഴം ഇതിൻ്റെ ഒരു കൂടിച്ചേരൽ ജൂൺ 2 മുതൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ രാശിക്കാർക്ക്, ഈ 4 രാശിക്കാർക്ക് നേട്ടങ്ങളാണ്. അപ്പോൾ ബുധൻ അതിൻ്റെ പരിപൂർണമായ ശക്തിയോടുകൂടി വരുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാം. വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടം കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കുമൊക്കെ നേട്ടമാണ്. അതായത് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിലേർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക്, അധ്യാപകർക്ക് മാത്രമല്ല, അതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല, ഈ പഠനോപകരണങ്ങൾ, അതായത് കമ്പ്യൂട്ടർ തൊട്ട് പേന വരെയുള്ള വസ്തുക്കൾ, ഉൽപ്പന്നങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട കച്ചവടക്കാർക്കും ഒക്കെ, ബിസിനസ്സുകാർക്കും ഒക്കെ നേട്ടമാണ്. പിന്നെ അതുകൂടാതെ ഈ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ നേട്ടമാണ്. ബുധൻ സ്വക്ഷേത്രത്തിൽ തന്നെ അനുകൂലമായിട്ട് വരുമ്പോൾ, അപ്പോൾ ഈ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റുമാർ, അധ്യാപകർ, കലാകാരന്മാർ, രാഷ്ട്രീയക്കാർ, അതുപോലെ തന്നെ ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, അതുപോലെ തന്നെ സെയിൽസ് ഗേൾസ്, സെയിൽസ്മെൻ, ഇവർക്കൊക്കെ ഈ രാശിയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ നേട്ടമാണ്. പിന്നെ കലാസാഹിത്യ രംഗത്തൊക്കെ നേട്ടമുണ്ടാവും, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ രാശിക്കാരുടെയും കാര്യങ്ങൾ. ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ കന്നി രാശിയാണ്. കന്നി രാശിയും കന്നി ലഗ്നവും. ഓക്കെ, ഈ ലഗ്നമൊക്കെ കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട അതിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കന്നി രാശിയും കന്നി ലഗ്നവും. കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്തരം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് 10ാം ഭാവത്തിൽ, കർമ്മഭാവത്തിലാണ് ബുധൻ വരുന്നത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ പ്രധാനമായിട്ട് തൊഴിൽപരമായിട്ട് ഇവർക്ക് ഉന്നതി ഉണ്ടാവും കന്യാരാശിക്കാർക്ക്. അതുകൂടാതെ ജൂൺ 2 വ്യാഴവും ഇവർക്ക് അനുകൂലമായിട്ട് വരും. ഓക്കെ, കർമ്മഭാവത്തിൽ. ഓക്കെ, 10ാം ഭാവത്തിൽ. ഓക്കെ, ഇത് ജൂൺ 2-ാം തീയതി കർക്കിടകത്തിലേക്കാണ് വ്യാഴം മാറുന്നത്. അപ്പോൾ കന്നി രാശിക്ക് 11ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. എനിവേ, അപ്പോൾ ഇതും എല്ലാം കൂടെ ചേർന്ന് കന്നി രാശിക്ക് നേട്ടം തന്നെയാണ്. ഓക്കെ,
അതുകൂടാതെ സർപ്പവും ശിഖിയും ഒക്കെ ഇവർക്ക് അനുകൂലമാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ വേറെയുണ്ട്. ഈ ബുധൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല, മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ആനുകൂല്യം കൂടെ കിട്ടണം. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്ക് അഷ്ടമത്തിൽ ബുധൻ അനുകൂലമായിട്ട് വരികയാണ്. ഈ അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ ബുധനും ശുക്രനുമാണ് അനുകൂലമായിട്ട് വരുന്നത്. ഓക്കെ, അത് ജൂൺ 8ാം തീയതി വരെ ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിനുശേഷം 9ാം ഭാവത്തിലേക്ക് വരും, അതും അനുകൂലമാണ്. ഓക്കെ, ബുധൻ ഈ ജൂൺ 22 വരെ ആ സ്വക്ഷേത്രത്തിൽ നിൽക്കും. അപ്പോൾ വൃശ്ചികം രാശിക്കാർ, വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് വ്യാഴം 9ാം ഭാവത്തിലേക്ക് വരും. ഇപ്പോൾ അഷ്ടമത്തിലാണ്. അപ്പോൾ ജൂൺ 2 തൊട്ട് വ്യാഴത്തിൻ്റെയും ആനുകൂല്യം വൃശ്ചികം രാശിക്ക് വരും. അതുകൂടാതെ ഇപ്പം തന്നെ ചൊവ്വ അനുകൂലമാണ്. ഓക്കെ, ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ജൂൺ 2ാം തീയതി വ്യാഴം കൂടി അനുകൂലമാകുമ്പോൾ ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്ര പ്രതീക്ഷിക്കാം വൃശ്ചികം രാശിക്ക്. അപ്പോൾ അത് ഇവിടെ അഷ്ടമത്തിലാണ് ബുധൻ വന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബുധനുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് കിട്ടുന്ന മേന്മകൾക്ക് പുറമെ സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട ആന്തരിക അവയവങ്ങൾക്കെല്ലാം തന്നെ ഒരു സൗഖ്യം ഉണ്ടാവും. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ്. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് 6ാം ഭാവത്തിലാണ് ബുധൻ വരുന്നത്. കൂടാതെ 7ാം ഭാവത്തിൽ ഇവർക്ക് ജൂൺ 2 തൊട്ട് വ്യാഴവും അനുകൂലമാവും. അപ്പോൾ ഇവർക്ക് ഞങ്ങൾ പറയുന്നത് അവരുടെ പ്രവർത്തന രംഗമായിട്ട്, തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട ശത്രുക്കൾ കുറേയൊക്കെ ഒതുങ്ങും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നല്ല രീതിയിൽ സിറ്റുവേഷൻ മാറും, അവസ്ഥ മാറും. പൊതുവിൽ ഇവർക്ക് മകരം രാശിക്ക് വ്യാഴം ജൂൺ 2 അനുകൂലമാവും. ശനി നേരത്തെ തന്നെ അനുകൂലമാണ്. അതിനോടൊപ്പം മറ്റ് ഗ്രഹങ്ങളുമൊക്കെ അനുകൂലമായിട്ടൊക്കെ വരാൻ പോവുകയാണ് മകരം രാശിക്ക്. അപ്പോൾ മെയ് 29 ബുധൻ മാറുന്നു, ജൂൺ 2 വ്യാഴവും മാറുന്നു. ഇത് രണ്ടും ഇവർക്ക് അനുകൂലമാണ് മകരം രാശിക്ക്. അവർക്ക് ആദ്യം ഞാൻ പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ ഈ ശത്രുതാ മനോഭാവമായിട്ട് നിൽക്കുന്ന തൊഴിൽ രംഗത്തെ സഹപ്രവർത്തകരൊക്കെ ഇവരുടെ മുമ്പിൽ ഇവരുടെ ഒരു രീതി കൊണ്ട് ഇവർക്ക് അവരുടെ മേൽ വിജയം നേടാൻ പറ്റും. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ്. മീനം രാശി എന്ന് പറഞ്ഞാൽ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് 4ാം ഭാവത്തിലേക്കാണ് ബുധൻ വരുന്നത്. അതുകൂടാതെ ഇവർക്ക് ജൂൺ 2 വ്യാഴവും അനുകൂലമായിട്ട് വരും. അപ്പോൾ ആകെ മൊത്തം ജോഷ് മീനൻ രാശിക്ക് നല്ല കാലം അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. കുറച്ച് കാലമായിട്ട്, ഒരു 1-2 വർഷമായിട്ട് മീനരാശിക്ക് അത്ര നല്ല കാലമൊന്നും ആയിരുന്നില്ല. അതിൻ്റെ ഒരു നല്ലൊരു കാലഘട്ടത്തിലേക്ക് ഏതാണ്ട് മെയ് 29 തീയതി തൊട്ട് തന്നെ ഇവർക്ക് നേട്ടങ്ങൾ കിട്ടിത്തുടങ്ങും. അപ്പോൾ വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.